ഇതുപോലത്തെ കപ്പ് നൂഡിൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് അപ്പം വർക്കിംഗ് ഫ്രം പാരീസ് ആയിരിക്കും. നമ്മൾ പാലെടുത്തിട്ടുണ്ട്, ഇതാണ് ഇവിടുത്തെ പാൽ. അപ്പം നമ്മൾ സ്പെയിനിനോട് യാത്ര പറയാണ്. സ്പെയിനിൽ വെച്ചിട്ടെടുത്ത ഈ ഒരു പോർഷനിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സ്പെയിനിൽ നിന്ന് പാരീസിലേക്ക് ഒരു ബസ് ജേർണി പോവാണ് ഗൈസ്. അപ്പോൾ ഒരു 15 to 20 അവേഴ്സോളം ഉള്ള ഒരു ജേർണിയാണ് ഇന്നത്തേത്. ഈ ഒരു വ്ളോഗിൽ നമ്മുടെ ബസ് ജേർണിയും പിന്നെ ഹോട്ടൽ ചെക്കിങ്ങും പിന്നെ ഒരു ഈവനിങ് ഇൻ പാരീസും അതൊക്കെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു വ്ളോഗിലേക്ക് വെൽക്കം ആൻഡ് എൻജോയ്. ബസ്സിലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ അതെല്ലാം തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. നമ്മുടെ പാസ്പോർട്ടൊക്കെ സ്കാൻ ചെയ്തിട്ടേ നമ്മളെ ബസ്സിനകത്തേക്ക് അവർ കയറ്റി വിടുകയുള്ളൂ. ഞങ്ങൾ ഫ്ലിക്സ് ബസ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പാരിറ്റീവ്ലി ഒരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെയിനിനോട് യാത്ര പറയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത കൺട്രിയിലേക്ക് ഫ്ലിക്സ് ബസ്സിൽ പോവാണ് കേട്ടോ. അപ്പം അടുത്ത കൺട്രി സിറ്റി ഓഫ് ലവ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പാരീസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ടു ബി കണ്ടിന്യൂഡ്. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൊരു നല്ല ജേണി തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് തരും, നമുക്ക് വെള്ളം മേടിക്കാനും ടോയ്ലറ്റിൽ പോകാനും അതിനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തൊക്കെ തരും. അങ്ങനെ നമ്മളിതാ പാരീസിൻ്റെ ഒരു ഫ്രാൻസിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു നല്ലൊരു മോർണിംഗ് ഒക്കെ ആയിരുന്നു. കിടിലൻ ഒരു മോർണിംഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളിതാ ഹോട്ടലിലെത്തി നമ്മൾ ചെക്കിനൊക്കെ ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ. നിൽക്കുന്നത് പാരീസിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പാരീസിൽ നിന്നുള്ളൊരു വ്ളോഗായിരിക്കും ഇനിയും വരുന്ന എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇന്നലെ സ്പെയിനിൽ നിന്ന് നമ്മൾ ബസ്സിലാണ് പാരീസിലേക്ക് വന്നത്. നമ്മൾ ഫ്ലിക്സ് ബസ് എടുത്തിട്ടാണ് വന്നത്. നമുക്ക് ടോട്ടൽ ഒരു 20 അവേഴ്സിൻ്റെ ഒരു ജേർണി ഉണ്ടായിരുന്നു. അതിട്ട് നമ്മളിത് ആ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറേ നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. രാവിലെ വന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. അതിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ചുമ്മാ ഒന്ന് വൈകിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ചുമ്മാ ഒന്ന് ഈ ഒരു സിറ്റി സെൻറ്റർ ഒന്ന് കറങ്ങാൻ വിചാരിച്ചിട്ട് പോവാണ്. ഇതൊരു ബിസിനസ് പാർക്ക് പോലെയാണ്. അപ്പം നമുക്ക് പോവാം. നമ്മൾ ആക്ച്വലി പാരീസിൽ വന്നത് എന്തിനാവശ്യമാകും നമ്പൂതിരി? നമ്മൾ ആക്ച്വലി പാരീസിൽ വന്നത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്. അപ്പോൾ വിശാഖിന് ഒരു കോൺഫറൻസ് ഉണ്ട് നാളെ വൈകിട്ട് തൊട്ടിട്ട്. നാളെ മൺഡേ ആണ്. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ 3 ദിവസത്തെ ഒരു കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വിസ അപ്ലൈ ചെയ്തു. നമുക്ക് ഫ്രാൻസിലേക്കുള്ള വിസ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് സ്പെയിനാണ് കിട്ടിയത്. സ്ലോട്ട് അവൈലബിൾ ആയിരുന്നത് സ്പെയിനിൻ്റെ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്പെയിൻ എടുത്തത്. എന്നിട്ടാണ് നമ്മൾ പാരീസിലേക്ക് വന്നത്. അപ്പം 2 ദിവസം ഞാനും വർക്കിംഗ് ആണ്. നാളെ നമ്മുടെ UK പബ്ലിക് ഹോളിഡേ ആണ്. 26 ഓഗസ്റ്റ് പബ്ലിക് ഹോളിഡേ ആണ്. നമ്മുടെ സമ്മർ ബ്രേക്കാണ്. അപ്പോൾ നാളെ ഞാൻ വർക്കിംഗ് അല്ല. ബട്ട് ട്യൂസ്ഡേയും വെൻസ്ഡേ ഞാൻ വർക്കിംഗ് ആയിരിക്കും. അപ്പം വർക്കിംഗ് ഫ്രം പാരീസ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേഴ്സ്ഡേ, ഫ്രൈഡേ ഇവിടേക്ക് ഒന്ന് കറങ്ങി. നാളെയും കറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. നാളെയും തേഴ്സ്ഡേയും ഫ്രൈഡേയും കൂടെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു UK. അയ്യോ, ഇത് നല്ലൊരു ബിസിനസ് പാർക്കാണ് കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ അതാണ് കേട്ടോ. പുൾമാൻ ഹോട്ടലാണ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പോഷ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഹോട്ടലിനൊക്കെ ആണെങ്കിലും നല്ല റേറ്റാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ലാൻഡ്മാർക്കിലൊന്നും പോകത്തില്ല. ഇവിടെ വന്നൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വർക്കിംഗ് ആവും, വിശാഖ കോൺഫറൻസിന് പോകും. അപ്പം അങ്ങനത്തെ ബിസി ആവും. പിന്നെ അത് നമ്മുടെ ലാസ്റ്റ് 2 ഡേയ്സ് നമ്മളെന്തായാലും എല്ലാ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകും. ലാൻഡ്മാർക്സൊക്കെ കവർ ചെയ്യാൻ പോകും. ഐഫിൽ ടവറൊക്കെ കവർ ചെയ്യാൻ പോകും. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ ഇന്ന് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഈവനിങ്ങിൽ. ICN ബിസിനസ് സ്കൂൾ. ഫ്രഞ്ച് വായിക്കട്ടെ.
Paris La Défense Defense Arena of Paris and Nanterre. Nanterre എന്ന് പറഞ്ഞാൽ അതാ ഇവിടുത്തെ നയൻതാരയോ? നന്തര നമ്മുടെ നാട്ടിലൊക്കെ പറയും. നാട്ടിലൊക്കെ നന്താര എന്ന് പറയോ? നാട്ടിൽ നന്തര എന്നല്ല പറയണേ, വേറെ സാരമില്ല, പോട്ടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വെസ്റ്റ് സൈഡല്ലേ, വെസ്റ്റ് ഫീൽഡല്ലോ. ശരി, ഇവിടെ ഫുള്ള് നമ്മുടെ ഒളിമ്പിക്സിൻ്റെ സിമ്പിളാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഒളിമ്പിക്സിൻ്റെ സിമ്പിളും പവിലിയണും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഒളിമ്പിക്സ് കഴിഞ്ഞു. ഓഗസ്റ്റ് 11 വരെ അല്ലായിരുന്നോ? ആയിരുന്നു തോന്നുന്നു, ഓർക്കുന്നില്ല. അപ്പം എന്തായാലും ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ സ്റ്റിൽ ഇവിടെ ആ ഒരു ഫ്ലാഗും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ആ ഒരു ബാഡ്ജും ഒക്കെ ഉണ്ട്. എന്താ വിശാഖ് പറയുന്നുണ്ടായിരുന്നു, ഒളിമ്പിക്സിൻ്റെ ഇൻഡോർ സ്വിമ്മിങ് സ്റ്റേഡിയം അല്ലെങ്കിൽ ഇൻഡോർ സ്വിമ്മിങ് നടക്കുന്നത് ഇവിടെ എവിടെയോ ആണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല എവിടെയാണെന്ന്. എനിക്ക് ഒളിമ്പിക്സിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. എന്ന് തുടങ്ങി എന്നെ തീർന്നു എന്ന് മാത്രം എന്തോ പണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നല്ലൊരു ബിസിനസ് പാർക്കാണ് കേട്ടോ ഇത്. വീണ്ടും വീണ്ടും പറയാണ് ഞാൻ. നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം നമുക്കിവിടെ ഫുഡിൻ്റെ ഓപ്ഷൻ ഭയങ്കര കുറവാണ്, എസ്പെഷ്യലി വീഗൻ ആയതുകൊണ്ട്. നമ്മൾ ഫ്രൂട്ട്സും സ്നാക്സും അതൊക്കെയായിരുന്നു നമ്മൾ സ്പെയിനിൽ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടും നോക്കി. ഇവിടെ കുറച്ചുകൂടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഫാൻസിൽ നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷേ ഇവിടെ ഭയങ്കര കത്തി റേറ്റാണ് കേട്ടോ. നമ്മൾ പാലെടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാൽ. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. പെട്ടെന്ന് ക്യുക്കായിട്ട് എന്തെങ്കിലും കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പാല്, വെള്ളം, ഇതൊക്കെയാണ്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, ഹോട്ടലിലും ഉണ്ട് വെള്ളമൊക്കെ. ഇതുപോലത്തെ കപ്പ് ന്യൂഡിൽസൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാം. ഫുഡൊന്നും കിട്ടിയില്ലെങ്കിൽ കപ്പ് ന്യൂഡിൽസൊക്കെ ഉണ്ട്. നല്ലതാണ് കേട്ടോ. വെജാണിത്. അപ്പം അങ്ങനെ ഒക്കെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ. പലതരം ക്രോസോണ്ടും ഒക്കെയാണ് പിന്നെ ഇവിടെ നമുക്കുള്ളത് കേട്ടോ. അത് നല്ലതാണ് കഴിക്കാൻ. നല്ല ഇഞ്ചിയൊക്കെ കണ്ടു, ഇഞ്ചിയുടെ ഒക്കെ നീളം കണ്ടു. അപ്പോൾ അങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് വിശാഖ് അതെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചു. നമ്മളിനി ഫ്യൂ ഡേയ്സ് ഇവിടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കിംഗ് ആണ് കേട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഹാപ്പി അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ആയിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ട് അവിടെ പോയി എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു ചിന്ന വ്ളോഗായിരുന്നു, ഒരു ആൻ ഈവനിങ് ഇൻ പാരീസ് അല്ലെങ്കിൽ ഫസ്റ്റ് വ്ളോഗ് ഓഫ് പാരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അതായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ ദ വേ നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ പൊളിയായിരുന്നു കേട്ടോ. കിടിലം വ്യൂ ആയിരുന്നു. നല്ല സൺസെറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വിസിബിൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഓക്കെ, നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ വ്ളോഗ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. ടാറ്റാ.